ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും SS കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്രണ്ട് കിക്ക് അഥവാ മായഗരി എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അത് കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാകും. ഇനി നമ്മളത് സ്കിപ്പ് ചെയ്തൊരു ഫ്രണ്ട് കിക്ക് എങ്ങനെ ചെയ്യാം, നമുക്കല്ല ഫൈറ്റിനകത്തൊക്കെ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് സ്കിപ്പ് ചെയ്ത് മായഗരി ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ കിക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാല് ഫ്രണ്ടിൽ വെച്ച് നിൽക്കുക. എന്നിട്ട് ബാക്കിലെ കാല് ഫ്രണ്ടിൽ ക്രോസ് ചെയ്യുക. ആ കാലിൻ്റെയും ഫ്രണ്ടിൽ ക്രോസ് ചെയ്തിട്ട് ഫ്രണ്ടിലിരുന്ന കാല് കിക്ക് ചെയ്യാനായിട്ട് നോക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മൾ കിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാല് ഫ്രണ്ടിൽ വയ്ക്കുന്ന സ്കിപ്പിംഗ് കിക്കൊക്കെ നമുക്ക് ഫൈറ്റിനൊക്കെ ഏറെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരാളെ ലോങ് ആയിട്ടൊരു ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ജമ്പ് ചെയ്ത് കിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് മുകളിലേക്കല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ചാട്ടം ഫ്രണ്ടിലേക്ക് വരണം. അതായത് ദൂരെ നിൽക്കുന്ന ഒരാളെ കിക്ക് ചെയ്ത് കൊള്ളിക്കണം നമുക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാല് ഫ്രണ്ടിൽ വയ്ക്കുന്നു. ബാക്കിലെ കാല് ഫ്രണ്ടിൽ വെച്ച് ക്രോസ് ചെയ്തതിന് ശേഷം കിക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് തന്നെ വെക്കാനായിട്ട് നോക്കുക. സ്പീഡിൽ വരാൻ നേരത്ത് ഒരു ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇതേപോലെ നിൽക്കുന്നു, സ്കിപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വയ്ക്കുക. അതായത് ബാക്കിൽ ഇങ്ങനെ വെച്ച് നിൽക്കുന്നു, കിക്ക് ചെയ്യാനത് ഫ്രണ്ടിലേക്കല്ല നമ്മൾ കിക്ക് ചെയ്യാൻ പോണത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് കണ്ട മായഗരി ഫ്രണ്ടിലേക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് തന്നെ നിൽക്കാനായിട്ട് നോക്കുക. അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസിലുള്ള ആളെയൊക്കെ നമുക്ക് ഈ സ്കിപ്പിംഗ് ഫ്രണ്ട് കിക്ക് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.